ഹോളിസ്റ്റിക് മെഡിസിൻ കുറേ കാലമായിട്ട് ലോകത്തെങ്ങും വലിയ പ്രചാരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈദ്യ ശാസ്ത്ര രീതിയാണ്. അതിനുള്ള മുഖ്യ കാരണം അടുത്ത കാലത്തായിട്ടാണ് ആളുകൾക്ക് മനസ്സിലായത്. ഈ രോഗങ്ങളെ ചികിത്സിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവരുടെ മാനസിക കാര്യങ്ങളെ പറ്റിയിട്ടും മറ്റെല്ലാ കാര്യങ്ങളും സമഗ്രമായിട്ട് ചിന്തിച്ചിട്ട് വേണം. അതായത് ഹോളിസ്റ്റിക് എന്നുള്ളത് WHOLE ഹോൾ എന്നുള്ളതിൻ്റെ ഒരു അഡ്ജക്റ്റീവാണ്. അപ്പോൾ അത് എല്ലാം കൂടി ചേർത്തിയിട്ട് വേണം ചികിത്സിക്കുക എന്നുള്ളത് ഈയിടെയാണ് മനസ്സിലായത്. അതേമാതിരി തന്നെ ഇന്ന് വിവിധ ചികിത്സാ സമ്പ്രദായങ്ങൾക്ക് അതിൻ്റേതായ പരിമിതികളുണ്ട്. അപ്പോൾ ആ പരിമിതികളെ മറികടക്കാൻ വേണ്ടി മറ്റുള്ള ചികിത്സാ സമ്പ്രദായങ്ങളിൽ നിന്ന് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ എടുക്കാനുണ്ടെങ്കിൽ അവയുകൂടി ചേർത്തിട്ട് പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, രോഗിയെ സംബന്ധിച്ചിടത്തോളം എത്ര നല്ല ചികിത്സ അയാൾക്ക് കൊടുക്കാൻ കഴിയുമോ എന്നുള്ളത് നോക്കുക എന്നതാണ് ഹോളിസ്റ്റിക് മെഡിസിൻ്റെ സിദ്ധാന്തം. അപ്പോൾ ആ സിദ്ധാന്തപ്രകാരം ഇപ്പോൾ പല രംഗങ്ങളിലുമുള്ളതായ ഡോക്ടർമാർ പലരും ഇതിലേക്ക് വരുന്നുണ്ട്. അത് മോഡേൺ മെഡിസിനിലത്തെ ആൾക്കാരായാലും ശരി, ആയുർവേദത്തിൻ്റെ ആൾക്കാരായാലും ശരി, ഹോമിയോപ്പതിയുടെ ആൾക്കാരായാലും ശരി, അതല്ലെങ്കിൽ മറ്റ് പല വൈദ്യശാഖകളുടെ ആൾക്കാർ, ഇൻക്ലൂഡിങ് മ്യൂസിക്കൽ തെറാപ്പി, അരോമ തെറാപ്പി, ഇങ്ങനെ നിരവധി, അമേരിക്കയിലും മറ്റുമൊക്കെ നിരവധി ലോകാരോഗ്യ സംഘടന തന്നെ ഏകദേശം ഒരു 100ഓളം ഇത്തരത്തിലുള്ളതായ വൈദ്യശാസ്ത്ര ശാഖകളെ അവർ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളതായ ഒരു ഹോളിസ്റ്റിക് മെഡിസിൻ്റെ പ്രവർത്തിക്കുന്ന ആളാണ് ഡോക്ടർ അനിൽകുമാർ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാനിവിടെ റിട്ടയർ ചെയ്ത് വന്നതിൻ്റെ ശേഷമായിട്ട് കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് എനിക്ക് ഡോക്ടർ അനിൽകുമാരുമായിട്ട് വളരെയേറെ അടുത്ത പരിചയമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ചികിത്സാ രീതി, പ്രത്യേകിച്ച് ഹിപ്നോട്ടിസം, സൈക്കോ തെറാപ്പി എന്നുള്ള ചികിത്സാ വിഭാഗങ്ങളാണ് അദ്ദേഹം എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ അത് മറ്റുള്ളതുമായി സമന്വയിപ്പിച്ച് മറ്റുള്ള കാര്യങ്ങളെപ്പറ്റി കൂടി നല്ലവണ്ണം മനസ്സിലാക്കിക്കൊണ്ട് അത് രോഗികൾക്ക് നൽകാൻ ശ്രമിക്കുന്ന ഒരു